ഗ്രep കമാൻഡ് എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് ഗ്രep കമാൻഡ്. ചില ഉദാഹരണങ്ങളുടെ സഹായത്തോടെ നമുക്കിത് നോക്കാം. ഇതിനായി ഉപയോഗിക്കുന്നത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം GNU ബാഷ് വെർഷൻ 4224. ഇതിനായി GNU ബാഷ് 4 അല്ലെങ്കിൽ അതിനു മുകളിലുള്ള വെർഷൻ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇതിനായി ലിനക്സ് ടെർമിനലിന്റെ ബേസിക്സ് അറിഞ്ഞിരിക്കണം. ആവശ്യമുള്ള ട്യൂട്ടോറിയലുകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ആദ്യമായി റെഗുലർ expressionsനെ കുറിച്ച് പഠിക്കാം. റെഗുലർ എക്സ്പ്രഷൻസ് പാറ്റർൻ മാച്ചിങ് ടെക്നിക്സ് ആണ്. ഒരു പ്രത്യേക പാറ്റർൻ ഒരു ലൈനിലോ പാരഗ്രാഫിലോ ഫയലിലോ ഉണ്ടോ എന്ന് കണ്ടെത്താൻ. ഉദാഹരണത്തിന് ടെലിഫോൺ ഡയറക്ടറിയിൽ ഒരു ഫോൺ നമ്പർ സെർച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിലോ വരിയിലോ നിന്ന് ഒരു കീവേർഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഗ്രep കമാൻഡ് ഉപയോഗിക്കണം. ഇപ്പോൾ ഗ്രep നോക്കാം. ഒന്നോ അതിലധികമോ വരികളിൽ അല്ലെങ്കിൽ പാരഗ്രാഫിൽ ഗ്രep ഒന്നോ അതിലധികമോ പാറ്റർൻസ് തിരയുന്നു. ഫയൽ നെയിം നൽകിയിട്ടില്ലെങ്കിൽ ഗ്രep സ്റ്റാൻഡർഡ് ഇൻപുട്ടിൽ പാറ്റർൻസ് സെർച്ച് ചെയ്യുന്നു. ഫയലിന്റെ പേര് കാണുന്നില്ലെങ്കിൽ ഗ്രep സ്റ്റാൻഡർഡ് ഇൻപുട്ടിലെ പാറ്റർൻസ് സെർച്ച് ചെയ്യുന്നു. grepdemo.txt എന്ന ഡെമോ ഫയൽ ഉപയോഗിച്ച് grepന്റെ ഉപയോഗം വിശദമാക്കാം. ഫയലിന്റെ കണ്ടന്റ് നോക്കാം. 13 എൻട്രീസ് ഉള്ള ഒരു ഫയൽ ആണിത്. ഓരോ എൻട്രിക്കും 6 ഫീൽഡുകളുണ്ട്. റോൾ നമ്പർ, നാമെ, സ്ട്രീം, മാർക്സ്, സ്റ്റൈപ്പൻഡ്, അമൌണ്ട്. ഒരു ബാർ ഉപയോഗിച്ച് ഫീൽഡുകൾ വേർതിരിച്ചിട്ടുണ്ട്. ഇതാണ് ഡെലിമീറ്റർ. ഗ്രep പ്രവർത്തിക്കുന്നതെങ്ങനെയെന്ന് നോക്കാം. കമ്പ്യൂട്ടർസ് സ്ട്രീമിലെ വിദ്യാർത്ഥികൾ ആരൊക്കെയെന്ന് ഗ്രep കമാൻഡ് ഉപയോഗിച്ച് കണ്ടെത്താം. ഇതിനായി ടെർമിനൽ തുറക്കുക. ഇപ്പോൾ ടെർമിനലിൽ ടൈപ്പ് ചെയ്യുക ഗ്രep സ്പേസ് ഡബിൾ quotesനുള്ളിൽ കമ്പ്യൂട്ടർസ് ഡബിൾ quotesന് ശേഷം സ്പേസ് grepdemo.txt. എന്റർ കൊടുക്കുക. ഇത് കമ്പ്യൂട്ടർസ് എന്ന സ്ട്രീമിൽ ഉള്ള എല്ലാ entriesഉം എൻലിസ്റ്റ് ചെയ്യുന്നു. ഫലം യഥാർത്ഥ ഫയലുമായി താരതമ്യം ചെയ്യാം. ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് തിരികെ വരാം. സുബിൻ എന്ന എൻട്രി എൻലിസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് കാണാം. അതെങ്ങനെ സംഭവിച്ചു? ഇതെന്തെന്നാൽ ചെറിയക്ഷരം Cയോട് കൂടിയ കമ്പ്യൂട്ടർസ് എന്ന പാറ്റർൻ ആണ് ഗ്രep തിരഞ്ഞത്. എന്നാൽ സുബിൻ വലിയക്ഷരം Cയോട് കൂടിയ കമ്പ്യൂട്ടർസ് സ്ട്രീമിലാണ്. പാറ്റർൻ മാച്ചിങ് കേസ് സെൻസിറ്റീവ് ആണ്. ഇത് കേസ് ഇൻസെൻസിറ്റീവ് ആക്കാൻ grepനൊപ്പം -i ഓപ്ഷൻ ഉപയോഗിക്കണം. ടെർമിനലിലേക്ക് തിരികെ എത്തി ടൈപ്പ് ചെയ്യുക ഗ്രep സ്പേസ് -i സ്പേസ് ഡബിൾ quotesനുള്ളിൽ കമ്പ്യൂട്ടർസ് ഡബിൾ quotesന് ശേഷം സ്പേസ് grepdemo.txt. എന്റർ പ്രസ് ചെയ്യുക. ഇത് 4 entriesഉം എൻലിസ്റ്റ് ചെയ്യും. അതായത് ഗ്രep ഒരു പാറ്റർൻ മാച്ച് ചെയ്യുന്ന ലൈനുകൾ മാത്രം എൻലിസ്റ്റ് ചെയ്യുന്നു. നമുക്കിത് തിരിച്ച് ചെയ്യാം. ഒരു പാറ്റർൻ മാച്ച് ചെയ്യാത്ത ലൈനുകൾ എൻലിസ്റ്റ് ചെയ്യാൻ ഗ്രep ഉപയോഗിക്കാം. അതിനായി നമുക്ക് -v ഓപ്ഷൻ ഉണ്ട്. പാസ് ആകാത്ത വിദ്യാർത്ഥികളുടെ എൻട്രീസ് നമുക്ക് എൻലിസ്റ്റ് ചെയ്യണം. നമുക്ക് ഈ ഫലം മറ്റൊരു ഫയലിൽ സൂക്ഷിക്കാം. ഇതിനായി ടൈപ്പ് ചെയ്യുക ഗ്രep സ്പേസ് -iv സ്പേസ് ഡബിൾ quotesനുള്ളിൽ പാസ് ഡബിൾ quotesന് ശേഷം സ്പേസ് grepdemo.txt സ്പേസ് ഗ്രീറ്റർ താൻ സൈൻ സ്പേസ് നോട്ട് പാസ് ഡോട്ട് txt. എന്റർ പ്രസ് ചെയ്യുക. ഫയലിന്റെ കണ്ടന്റ് കാണുന്നതിനായി ടൈപ്പ് ചെയ്യുക cat സ്പേസ് നോട്ട് പാസ് ഡോട്ട് txt. എന്റർ പ്രസ് ചെയ്യുക. ഔട്ട്പുട്ട് കാണിക്കുന്നു. ഇപ്പോൾ പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്യുക ഗ്രep സ്പേസ് -i സ്പേസ് ഡബിൾ quotesനുള്ളിൽ ഫെയിൽ ഡബിൾ quotesന് ശേഷം സ്പേസ് grepdemo.txt. എന്റർ പ്രസ് ചെയ്യുക. ഇത് വ്യത്യസ്തമാണ്. ഇതിൽ തോറ്റ വിദ്യാർത്ഥികളും ഉൾപ്പെടും. പക്ഷേ അവയുടെ ഫലം പൂർണ്ണമല്ല. ഫയലിൽ നിന്നും എൻലിസ്റ്റ് ചെയ്യുന്ന ലൈനുകളുടെ നമ്പർ കാണണമെങ്കിൽ നമുക്ക് -n ഓപ്ഷൻ ഉണ്ട്. പ്രോംപ്റ്റ് വൃത്തിയാക്കാം. ടൈപ്പ് ചെയ്യുക ഗ്രep സ്പേസ് -i n സ്പേസ് ഡബിൾ quotesൽ ഫെയിൽ ഡബിൾ quotesന് ശേഷം സ്പേസ് grepdemo.txt.
Enter പ്രസ് ചെയ്യുക. ലൈൻ നമ്പർ കാണിക്കുന്നു. ഇതുവരെ കണ്ടത് ഒറ്റ വാക്കിലുള്ള പാറ്റർൻസ് ആണ്. ഒന്നിൽ കൂടുതൽ വാക്കുകളുള്ള പാറ്റർൻസും ഉപയോഗിക്കാം. പക്ഷേ മുഴുവൻ പാറ്റർനും quotesനുള്ളിൽ ആയിരിക്കണം. ടൈപ്പ് ചെയ്യുക ഗ്രേപ്പ് സ്പേസ് -i സ്പേസ് ഡബിൾ quotesനുള്ളിൽ അങ്കിത് സ്പേസ് സരാഫ് ഡബിൾ ക്യൂട്ടീസ് സ്പേസിന് ശേഷം grepdemo.txt. Enter പ്രസ് ചെയ്യുക. അങ്കിത്, സരാഫ് എന്നിവരുടെ റെക്കോർഡ് കാണിക്കുന്നു. ഒന്നിൽ കൂടുതൽ ഫയലുകളിലും നമുക്ക് പാറ്റർൻസ് കണ്ടെത്താം. ഇതിനായി ടൈപ്പ് ചെയ്യുക ഗ്രേപ്പ് സ്പേസ് -i സ്പേസ് ഡബിൾ quotesനുള്ളിൽ ഫെയിൽ ഡബിൾ quotesന് ശേഷം സ്പേസ് grepdemo.txt സ്പേസ് notpass.txt. Enter പ്രസ് ചെയ്യുക. ഔട്ട്പുട്ട് കാണിക്കുന്നു. ഒന്നിൽ കൂടുതൽ ഫയലുകൾ ഉള്ളപ്പോൾ ഗ്രേപ്പ് ഒരു എൻട്രിയുടെ ഫയലിന്റെ പേരും grepdemo.txt അല്ലെങ്കിൽ notpass.txtയും കാണിക്കുന്നു. ഇവ notpass.txt ഫയലിൽ നിന്നുള്ള റെക്കോർഡ്സും ഇവ grepdemo.txt ഫയലിൽ നിന്നുള്ള റെക്കോർഡ്സുമാണ്. നമുക്ക് നംബർ ഓഫ് മാച്ചസ് അല്ലെങ്കിൽ കൌണ്ട് മാത്രമേ അറിയേണ്ടതുള്ളൂ എന്ന് കരുതുക. ഇതിനായി നമുക്ക് -c ഓപ്ഷൻ ഉണ്ട്. ടൈപ്പ് ചെയ്യുക ഗ്രേപ്പ് സ്പേസ് -c സ്പേസ് ഡബിൾ quotesനുള്ളിൽ വലിയക്ഷരം Fഓട് കൂടി ഫെയിൽ the quotesന് ശേഷം സ്പേസ് grepdemo.txt. Enter പ്രസ് ചെയ്യുക. ഇത് നമുക്ക് മാച്ച് ലൈൻസിന്റെ കൌണ്ട് തരുന്നു. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ഒരു ഫയലിന്റെ ഉള്ളടക്കം കാണാൻ ഉദാഹരണം കാട്ട് ഫൈല്നേം ഒരു പ്രത്യേക സ്ട്രീമിലെ എൻട്രീസ് ലിസ്റ്റ് ചെയ്യാൻ ഉദാഹരണം ഗ്രേപ്പ് കമ്പ്യൂട്ടർസ് grepdemo.txt ചില കേസുകൾ പരിഗണിക്കാതിരിക്കാൻ ഉദാഹരണം grep -i കമ്പ്യൂട്ടർസ് grepdemo.txt ഒരു ലൈനുമായി മാച്ച് ചെയ്യാത്ത പാറ്റേണുകൾ ഉദാഹരണം grep -i vparse grepdemo.txt entriesന്റെ ലൈൻ നമ്പേർസ് ലിസ്റ്റ് ചെയ്യാൻ ഉദാഹരണം grep -i n ഫെയിൽ grepdemo.txt റിസൾട്ട് മറ്റൊരു ഫയലിൽ സ്റ്റോർ ചെയ്യാൻ ഉദാഹരണം grep -i vparse grepdemo.txt ഗ്രീറ്റർ താൻ സൈൻ notpass.txt കൌണ്ട് അറിയുന്നതിന് ഉദാഹരണം grep -c ഫെയിൽ grepdemo.txt ഒരു അസൈൻമെന്റ് -e പ്ലസ് ക്വെഷൻ മാർക്ക് കമാൻഡുകൾ ശ്രമിച്ചു നോക്കുക. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി മെഹർദ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബേ. നന്ദി.